നമസ്കാരം. മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ക്രമക്കേട് നടന്നു എന്ന് ആരോപിച്ച് ദി വയർ പുറത്തുവിട്ട റിപ്പോർട്ട് തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തു വന്നു. മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ 5,04,313 വോട്ട് അധികമായി എണ്ണിയെന്നുള്ള റിപ്പോർട്ട് വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത് എന്നും അത് കൂട്ടാതെയുള്ള കണക്ക് ആയതിനാലാകാം വയറിന് തെറ്റുപറ്റിയത് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. നേരത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഗുരുതരമായ പിശക് നേരിട്ടതായി ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ദി വയർ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോൾ ചെയ്ത വോട്ടിനേക്കാൾ 5 ലക്ഷത്തിലേറെ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്നാണ് ദി വയർ റിപ്പോർട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്തത് 6,40,88,195 വോട്ടുകളാണ്. എന്നാൽ 6,45,92,508 വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്നാണ് ദി വയറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ 288 അംഗ നിയമസഭയിലേക്ക് നവംബർ 20-നായിരുന്നു വോട്ടെടുപ്പ്. 23-നാണ് ഫലം പ്രഖ്യാപിച്ചത്. 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത് എന്നും അതേസമയം 280 മണ്ഡലങ്ങളിൽ എണ്ണിയത് പോൾ ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതലാണ് എന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അഷ്ടി മണ്ഡലത്തിൽ 4,538 വോട്ടുകൾ അധികമായി എണ്ണിയിട്ടുണ്ട്. ഒസ്മാനാബാദ് മണ്ഡലത്തിൽ 4,155 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. സംസ്ഥാനത്താകെ മൊത്തം വോട്ടിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികമായി എണ്ണി എന്നാണ് ദി വയർ അവകാശപ്പെട്ടത്. ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ വ്യത്യാസം മാത്രമുള്ള മണ്ഡലങ്ങളിലെ ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ഈ കണക്കുകൾ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഗോത്ര സംവരണ മണ്ഡലമായ നവാപൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 81.15% പോളിംഗ്. 2,95,786 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. പോളിംഗ് ശതമാനം അനുസരിച്ച് 2,40,022 വോട്ടുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇവിടെ എണ്ണിയത് 2,41,191 വോട്ടുകളാണ്. 1,171 വോട്ടുകളാണ് ഇവിടെ കൂടുതലായി എണ്ണിയത്. ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 1,122 എന്നതാണ് ശ്രദ്ധേയം. മാവൽ മണ്ഡലത്തിലാകട്ടെ വോട്ട് ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത്. 3,86,172 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം 72.59 ആയിരുന്നു. ഇത് പ്രകാരം വോട്ട് ചെയ്തത് 2,80,319 പേരാണ്. എന്നാൽ ഇവിടെ എണ്ണിയ വോട്ടുകളുടെ എണ്ണം 2,79,089 എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോൾ ചെയ്ത വോട്ടിനേക്കാളും 1,238 വോട്ടുകൾ കുറവാണിത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് തുടരുന്ന സംശയം അടിവരയിടുന്നതാണ് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലം. മാസങ്ങൾക്ക് മുമ്പ് വമ്പൻ മുന്നേറ്റമുണ്ടാക്കിയ മഹാവികാസ് അഘാഡി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. വോട്ട് സംബന്ധിച്ച ക്രമക്കേട് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് കൂടിയായതോടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ തന്നെ EVMനെതിരെ രംഗത്തു വന്നിരുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും വിശ്വാസയോഗ്യവുമാകണമെന്ന ആവശ്യത്തിന്മേൽ പ്രതിപക്ഷം ഇറങ്ങി തിരിച്ചാൽ ഇന്ത്യൻ ജനതയ്ക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും.